സംഭവം വേറൊരു രീതിക്ക് നോക്കുകയാണെങ്കിൽ ഈ ഷഹബാസിനെ കൊന്ന ടീമിൽ നല്ല രീതിക്ക് അന്തണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റും. കാരണം എന്താ വെച്ചാൽ ഇപ്പോഴത്തെ ഗവൺമെന്റിനെ കുറിച്ചും ഗവൺമെന്റിന്റെ പൊട്ടത്തരങ്ങളെ കുറിച്ചും അവരെ പോളിസിയെ കുറിച്ച് നല്ല രീതിക്ക് മനസ്സിലാക്കിയ ആൾക്കാരാണ് ഈ 5 ആൾക്കാരും. സംഭവം വയസ്സ് 15 അല്ലെങ്കിലും അത്യാവശ്യം അന്തണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റും. കാരണം എന്താ വെച്ചാൽ അത് നമുക്ക് ഇന്നാണ് അതിന്റെ ആ വോയിസിന്റെ മൂർച്ച നമുക്ക് ഇന്നാണ് മനസ്സിലായി. എന്നാൽ അവർ വോയിസ് ഇട്ടതിന്റെ മൂർച്ച നമുക്ക് ഇന്നാ മനസ്സിലായി. പോലീസ് ഒരു കേസ് എടുക്കൂലാണ് ഇതിന്റെ മൂർച്ച നമുക്ക് എന്നാ മനസ്സിലായത്. കാരണം വെച്ചാൽ ഒരു ഡിബാർ കിട്ടിയാൽ ഒരാൾ കോപ്പി അടിച്ച് ഡിബാർ ചെയ്താൽ പിന്നെ അവൻ എക്സാം എഴുതാൻ പറ്റില്ല. പക്ഷേ ഇതൊരു വ്യക്തിയെ ഒരാളെ കൊന്നിട്ട് ഒരു കുടുംബത്തിന്റെ പ്രതീക്ഷ എന്നെ പോക്കിയിട്ടാണ്, അതും ഇവർ എക്സ്കോർട്ടോട് കൂടിയാണ് എക്സാം എഴുതാൻ വന്നത്. ഇവർക്കായിട്ട് ഒരു സ്കൂൾ അലോട്ട് ചെയ്തതാണ്. ഈ 5 പേരും പോലീസിന്റെ എക്സ്കോർട്ട് കൂടാണ് എക്സാം എഴുതാൻ വന്നത്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ ഗവൺമെന്റിന്റെ പോളിസിയും ഗവൺമെന്റിനെ കുറിച്ചൊക്കെ. അതുപോലെ തന്നെ ഇന്ന് കോളേജിൽ ക്ലാസ് എടുക്കുമ്പോൾ സാറ് പറഞ്ഞ സംഭവം എന്താ വെച്ചാൽ 18 വയസ്സിന് മേലോട്ടുള്ളവർക്ക് എന്ത് കേസാണ് ഇനി എങ്ങനെ കൊന്നാലും 18 വയസ്സിന് മേലോട്ടുള്ളവർക്ക് ഈ കേസൊക്കെ എടുക്കുന്നു. ഗവൺമെന്റ് അങ്ങനെയാണ്, ഗവൺമെന്റ് പോളിസി അങ്ങനെയാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ള സംഭവം എന്താ വെച്ചാൽ ഗവൺമെന്റിന്റെ ഈ ഒരു പോളിസി മാറ്റണം, അല്ലാതെ നടക്കൂല. കാരണം വെച്ചാൽ അവരൊരു വോയിസ് നിങ്ങൾ കേട്ട് നോക്കി എന്താ പറയുന്നത്. പോലീസ് കണ്ടാലും പോലീസ് കേട്ടാലും ഇനി കേസായാലും ഒരു കുഴപ്പമില്ലാത്ത രീതിയിലാണ് അവർ പറഞ്ഞത്. ഒരാളെ കൊന്നതാണ്, അല്ലാണ്ട് വേറൊന്നല്ല. ഓക്കെ, ഗവൺമെന്റിനോട് ഉദ്യോഗസ്ഥനോടൊക്കെ പറയാനുള്ളത്, നിങ്ങൾ ഈ മോഡിഫിക്കേഷൻ ചെയ്ത കാർക്കും ബൈക്കും മറ്റു വണ്ടിയൊക്കെ കാണിക്കുന്നത് അവരെയൊക്കെ പിടിക്കാൻ കാണിക്കുന്ന ചെറിയൊരു ത്വര ഉണ്ടെങ്കിൽ ഇതിനൊക്കെ ജസ്റ്റ് ഒന്ന് ഇൻവോൾവ് ആകുക. കാരണം വെച്ചാൽ ഇതിന് ഇനി നടപടി എടുത്തില്ലെങ്കിൽ ഇനി അങ്ങോട്ട് വരുന്ന കുട്ടികൾക്ക് നല്ല ഇൻസ്പയറിംഗ് ആണ്. കാരണം വെച്ചാൽ ഒരാളെ കൊന്നിട്ടും ഇവർക്ക് ഇനിയും എക്സാം എഴുതാൻ പറ്റും എന്നൊക്കെ പറഞ്ഞാൽ എന്തേതാണ് അതിന്റെ ഒരു അവസ്ഥ എന്താണ്? ഇതൊക്കെ ഒരു ഇൻസ്പയർ ആണ് എല്ലാവർക്കും. ഇനി ഒരു ഡ്രഗ്സ് അഡിക്റ്റും കൂടി ആണെങ്കിൽ പിന്നെ ഒന്നും നോക്കണ്ട, സ്വന്തം ഉമ്മനെ വരെ കൊല്ലാൻ ആരും തയ്യാറാണ്. കാരണം ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ആയിട്ട് കണ്ടുവരുന്നത് അതന്നെയാണ്. അപ്പൊ എന്തെങ്കിലും ചെറിയ രീതിക്ക് എന്തെങ്കിലും ശിക്ഷകൾ, ചെറിയ രീതിക്ക് പറയാൻ പറ്റില്ല, നല്ല രീതിക്ക് തന്നെ ശിക്ഷ കൊടുക്കണം. ഇനി അങ്ങോട്ട് വരുന്ന എന്താ പറയാ, ഈ പേടിപ്പിക്കുന്ന രീതിയിലുള്ള ശിക്ഷകൾ അവർക്ക് നൽകണം എന്നാണ് പറയാനുള്ളത്. ഓക്കെ.